നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. നേതാവും ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ നിന്നുള്ള നിയുക്ത എംപിയുമായ കങ്കണ റണൌട്ട് ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തനിക്ക് മർദ്ദനമേറ്റു എന്ന ആരോപണമാണ് കങ്കണ റണൌട്ട് ഉന്നയിച്ചിരിക്കുന്നത്. തന്നെ CISF ഉദ്യോഗസ്ഥ മർദ്ദിച്ചു എന്ന ആരോപണം കഴിഞ്ഞ ദിവസം കങ്കണ ഉന്നയിച്ചു. ചണ്ഡീഗഡ് വിമാനത്താവളത്തിലെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കായി എത്തിയതായിരുന്നു ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. CISF ഉദ്യോഗസ്ഥ കുൽവിന്ദർ കൗറാണ് കങ്കണയെ മർദ്ദിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. കർഷക സമരവുമായി ബന്ധപ്പെട്ട് മുൻപ് കങ്കണ നടത്തിയ പരാമർശം ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ കങ്കണയുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടെന്നും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു. എന്നാൽ സംഭവത്തിന് ശേഷം താൻ സുരക്ഷിതയാണെന്നും പഞ്ചാബിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദവും ഭീകരവാദവും തന്നെ ഭയപ്പെടുത്തുന്നുവെന്നും കങ്കണ പ്രതികരിച്ചിരുന്നു. കർഷകരെ അവഹേളിച്ചതിനാണ് മർദ്ദിച്ചതെന്ന് സംഭവത്തിന് ശേഷം വനിതാ കോൺസ്റ്റബിൾ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കങ്കണ ബോർഡിംഗ് ഏരിയയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സംഭവത്തിന് ശേഷം കങ്കണ റണൌട്ട് ഈ ഒരു സംഭവങ്ങളിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നു. താൻ സുരക്ഷിതയാണ്. സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് സംഭവം ഉണ്ടായത്. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പുറത്തു വരികയായിരുന്നു. ഈ സമയം തന്നെ CISF സുരക്ഷാ ഉദ്യോഗസ്ഥ മുഖത്ത് മർദ്ദിച്ചു, ചീത്ത പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ അവർ കർഷക സമരത്തെ അനുകൂലിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പഞ്ചാബിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദവും ഭീകരവാദവും തന്നെ ഭയപ്പെടുത്തുന്നുവെന്നും കങ്കണ പിന്നീട് എക്സിലൂടെ അറിയിച്ചു. എന്തായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CISF പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് കുൽവിന്ദർ കൗറിനെ CISF സസ്പെൻഡ് ചെയ്തു. 2020-2021 കർഷക സമരം ചെയ്യാനായി സ്ത്രീകളെ 100 രൂപയ്ക്ക് വിലക്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞയാളാണ് കങ്കണയെന്ന് കുൽവിന്ദർ കൗർ പറയുന്നത് വീഡിയോയിൽ കാണാം. കങ്കണ ഇത് പറയുമ്പോൾ തന്റെ അമ്മ അവിടെ സമരം ചെയ്യുകയായിരുന്നുവെന്നും കുൽവിന്ദർ പറയുന്നു. 100 രൂപ കൊടുത്താൽ കങ്കണ സമരം ചെയ്യുമോ എന്നും ഉദ്യോഗസ്ഥ വീഡിയോയിൽ ചോദിക്കുന്ന ചോദ്യം കേൾക്കുന്നുണ്ട്. 2020 ഡിസംബറിൽ 100 രൂപ കൊടുത്താൽ കർഷക പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ആളുകൾ തയ്യാറാണെന്ന് കങ്കണ നടത്തിയ പ്രസ്താവന അന്നേ വലിയ രീതിയിൽ വിവാദമായതാണ്. താൻ ആ പ്രസ്താവനയിൽ അസ്വസ്ഥയായിരുന്നുവെന്നും കുൽവിന്ദർ പറയുന്നു. കുൽവിന്ദർ കൗറിന്റെ സഹോദരനും കർഷകനാണ്. കർഷകരെ ഖലിസ്ഥാനി തീവ്രവാദികളെന്ന് വിളിച്ചതിൽ പ്രതിഷേധിച്ചാണ് കങ്കണയെ മുഖത്തടിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. കുൽവിന്ദർ കൗറിനെതിരെ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്തായാലും കർഷക സമരവുമായി ബന്ധപ്പെട്ട് കങ്കണ റണൌട്ട് നടത്തിയ പ്രസ്താവന അതിന് വർഷങ്ങൾക്കിപ്പുറം ഒരു ഉദ്യോഗസ്ഥ ചെകിട്ടത്തടിച്ച് മറുപടി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.